വികസനത്തിന്റെ തിളക്കമുള്ള കഥകൾക്കിടയിലും നമ്മൾ മറന്നുപോകുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യയിലെ കുടിയേറ്റ തൊഴിലാളിക്കാർ. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നായ രാജസ്ഥാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ്. സാമ്പത്തിക ചൂഷണം മാത്രമല്ല, കാലങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയും ഈ കുടിയേറ്റ തൊഴിലാളികളുടെ ജീവിതത്തെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്ന് ദ വയർ പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ തൊഴിൽ വിഭജനമാണ്. വെറും ഒരു തൊഴിലുടമ തൊഴിലാളി ബന്ധമല്ല ഇവിടെ നിലനിൽക്കുന്നത്. ഒരു ജോലി സ്ഥലത്ത് ആര് എന്ത് ജോലി ചെയ്യണം എന്നത് തീരുമാനിക്കുന്നത് അയാളുടെ ജാതിയാണ്. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നിർമ്മാണ മേഖലകളിലോ ക്വാറികളിലോ കഠിനമായ ശാരീരിക അധ്വാനം വേണ്ട ജോലികളെല്ലാം ചെയ്യുന്നത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളോ ആണ്. ഇവിടെ കരാറുകാരായോ ഇടനിലക്കാരായോ നിൽക്കുന്നത് മേൽജാതിയിലുള്ള ആളുകൾ മാത്രം. അതായത് പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ജാതി ശ്രേണി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. എങ്ങനെയാണ് ഈ തൊഴിലാളികൾ ഈ ചൂഷണ വലയത്തിൽ കുടുങ്ങുന്നത്? ഇതിന് പ്രധാന കാരണം മുൻകൂർ പണം അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെന്റ് ആണ്. സ്വന്തം നാട്ടിലെ ഉയർന്ന ജാതിക്കാരായ പണമിടപാടുകാരിൽ നിന്നോ കരാറുകാരിൽ നിന്നോ പണം കടം വാങ്ങിയാണ് പലരും നഗരങ്ങളിലേക്ക് വരുന്നത്. ഒരിക്കൽ ഈ പണം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ ആ കരാറുകാരന്റെ അടിമയെ പോലെയായി മാറുന്നു. കുറഞ്ഞ വേതനത്തിന് മാസങ്ങളോളം ജോലി ചെയ്യാൻ അവർ നിർബന്ധിതരാകുന്നു. ജാതിപരമായ സ്വാധീനം ഉപയോഗിച്ച് ഈ കരാറുകാർ തൊഴിലാളികളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. പണം തിരിച്ചു നൽകാൻ കഴിയാത്തവർക്ക് സ്വന്തം ഗ്രാമങ്ങളിലേക്ക് മടങ്ങാൻ പോലും അനുവാദമില്ലാത്ത അവസ്ഥയാണ് പലയിടത്തും. ജോലിയിൽ മാത്രമല്ല, താമസിക്കുന്ന സ്ഥലത്തും ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ പോലും ഈ വിവേചനമുണ്ട്. താഴ്ന്ന ജാതിക്കാർക്ക് ഉയർന്ന ജാതിക്കാർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അനുവാദം പോലുമില്ല. ഇനി എന്തെങ്കിലും പരാതി പറയാൻ ഇവർ മുതിർന്നാലോ അവിടെയും ജാതിയുടെ അധികാരം വില്ലനാകുന്നു. പോലീസിലോ മറ്റ് അധികാരികൾക്കോ പരാതി നൽകിക്കഴിഞ്ഞാൽ തങ്ങളുടെ ഗ്രാമത്തിലുള്ള ബന്ധുക്കളെ ഇവർ അപായപ്പെടുത്തുമെന്ന ഭയം ഈ തൊഴിലാളികൾക്കുള്ളിൽ എപ്പോഴുമുണ്ട്. ജാതിയുടെ മുമ്പിൽ നിയമവ്യവസ്ഥ പോലും മുട്ടുമടക്കുന്ന കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. രാജസ്ഥാനിലെ ഈ സാഹചര്യം കേവലം ഒരു സംസ്ഥാനത്തെ മാത്രം പ്രശ്നമല്ല. ആധുനിക ഇന്ത്യയിലെ തൊഴിൽ മേഖലയിൽ ജാതി എത്രത്തോളം ആഴത്തിൽ വേരൂടിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. കേവലം സാമ്പത്തിക സഹായങ്ങൾ കൊണ്ട് മാത്രം ഈ തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെട്ടില്ല. ജാതിപരമായ വിവേചനങ്ങൾ ഇല്ലാതാക്കാനുള്ള കർശനമായ നടപടികളും സാമൂഹികമായ മാറ്റങ്ങളും അനിവാര്യമാണ്. അടിസ്ഥാന വർഗത്തിന്റെ വിയർപ്പിൽ കെട്ടിപ്പൊക്കിയ ഈ നഗരങ്ങൾ അവർക്ക് നൽകേണ്ട അന്തസ്സും അർഹതയുമെല്ലാം നൽകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.